ബൈബിൾ എടുക്കാം. എല്ലാവരും നിൽക്കുമ്പോൾ തന്നെ ബൈബിൾ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ വായിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കൊണ്ട് കർത്താവിനെ ആരാധിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ നമ്മൾ ഒരുമിച്ച് വായിക്കാൻ പോവുകയാണ്. എല്ലാവരും ഒരുമിച്ച് എൻ്റെ കൂടെ വായിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. ശ്രദ്ധിക്കപ്പെടുക. ജനം ഒരുമിച്ച് വായിക്കണം. ജനം എല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റു. പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഒരു ആമേൻ പറ. ആമേൻ. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ഒരു പ്രാവശ്യം കൂടി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ഒരു പ്രാവശ്യം കൂടി. യേശുവിന് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അതുവരെ അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. ആമേൻ. ഇന്ന് ആരാധന മധ്യത്തിൽ ചില വിചാരങ്ങളെയൊക്കെ കർത്താവ് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ അഡ്രസ്സിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. അതുവരെ ജനം അവൻ യോസഫിന്റെ മകൻ എന്ന് വിചാരിച്ചു. അപ്പൊ വളരെ ശ്രദ്ധിക്കേണ്ട. നമ്മൾ ഈ കാര്യം മാത്രം പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാം. ഈ നമ്മുടെ ലൈഫിൽ മറ്റാരെക്കാളും ഇമ്പോർട്ടൻസ് പരിശുദ്ധാത്മാവിനുണ്ട്. ആമേൻ. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? ആ കൈ ഉയർന്നിരിക്കുമ്പോ തന്നെ എത്ര പേര് പറയും, എന്റെ പരിശുദ്ധാത്മാവെ ഞാൻ അങ്ങ് എവിടെയെങ്കിലും ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞാലും കുഴപ്പമില്ല. പരിശുദ്ധാത്മാവെ അങ്ങ് എന്റെ ലൈഫിൽ എവിടെയെങ്കിലും ഞാൻ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. എന്തുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തിക്കകത്ത് നമ്മൾ വായിക്കുമ്പോഴത്തേക്കും പൗലോസ് എഫെസോസ് സഭയോട് ചോദിക്കുക, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവര് പറയുക, ഞങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് കേട്ടിട്ട് എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് യേശുവിന്റെ നമ്മളിപ്പോ വായിച്ച ഈ സ്നാന ശുശ്രൂഷയിലൂടെ നമുക്ക് മനസ്സിലാകും. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ ഇറങ്ങി വന്നു. ആ വായിച്ച വാക്യത്തിനകത്ത് ഒരു വാക്കുണ്ട്, ആ സമയത്ത് സ്വർഗം തുറന്നു. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇത് കഥയല്ല ഞാൻ പറയുന്നത്, ഇത് സത്യമാണ്. ദിസ് ഈസ് എ റിയാലിറ്റി. ആമേൻ. അപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോ എന്നോട് പരിശുദ്ധാത്മ പറയുക, എടാ സ്വർഗം തുറന്നത് കൊണ്ട് ഞാൻ വന്നു എന്നാണോ? അല്ല, ഞാൻ വരേണ്ടത് കൊണ്ട് സ്വർഗം തുറന്നു. ആമേൻ. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിന്റെ മേലുള്ളത് കൊണ്ട് ഇന്ന് പകൽ ഞാൻ ബാംഗ്ലൂർ സഭയോട് പ്രവചിച്ച് പറയുന്നു, നമ്മുടെ മുകളിൽ ഒരു തുറന്ന സ്വർഗത്തിന്റെ അടിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളത് കൊണ്ട് അടഞ്ഞ സ്വർഗത്തിന്റെ അടിയിലല്ല നമ്മൾ ഇരിക്കുന്നത്, തുറന്ന ഒരു സ്വർഗത്തിന്റെ. ഈ തുറന്ന കൈയടിക്കേണ്ടവർ കൈയടിച്ച് ഏറ്റെടുക്കുക. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് എന്റെ ലൈഫിൽ എത്ര വലുതാണ്. പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് എന്റെ ലൈഫിൽ എത്ര വലുതാണ്. പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ ഞാൻ സാധാരണ മനുഷ്യനെ പോലെ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്നാ? ഞാനും അടഞ്ഞ സ്വർഗത്തിന്റെ അടിയിലായിപ്പോയി. പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് തുറന്ന സ്വർഗത്തിന്റെ പ്രത്യേകത എന്നാ? ആമേൻ. ഇസ്രായേൽ ജനത്തിന് തുറന്ന സ്വർഗത്തിൽ നിന്ന് മന്ന വീണെങ്കിൽ തുറന്ന സ്വർഗത്തിന്റെ അടിയിലിരിക്കുന്ന നിങ്ങളോട് പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ചില സൂപ്പർ നാച്ചുറൽ മന്നകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ആരാധന മധ്യത്തിൽ പൊഴിയട്ടെ. ഇന്ന് ആരാധന മധ്യത്തിൽ ചില ഭവനങ്ങൾക്കകത്ത് അതേ മന്ന, അതേ ഫ്ലേവറോട് കൂടി അതേ മന്ന. രണ്ടാമത് സ്വർഗം തുറന്നതിന്റെ സ്ഥലമാണ് സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോ സ്വർഗം തുറന്നു. അവിടെ എഴുതി വെച്ചിരിക്കുക, ദൂതന്മാർ കേറുന്നതും ഇറങ്ങുന്നതും സ്തേഫാനോസ് തന്റെ കണ്ണുകൊണ്ട് കണ്ടു. അങ്ങനെയാണെങ്കിൽ തുറന്ന സ്വർഗത്തിന്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകൾ. സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറുകൾ സംഭവിച്ചിരിക്കും. യേശുവിന്റെ സ്നാന സമയത്ത് പരിശുദ്ധാത്മാവിന് വരേണ്ടതിന് വേണ്ടി സ്വർഗം തുറന്നു കൊടുത്തു. അല്ല സ്വർഗം തുറന്നു കിടക്കുന്ന കണ്ടോണ്ട് ഇറങ്ങി പോയേക്കാന്ന് പറഞ്ഞ് പോയതല്ല. പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ പല സ്ഥലങ്ങളിലും ചില സാധ്യതകൾ ഇല്ലാത്തിടത്ത് വാതിലുകൾ തുറക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു.
യേശുവിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടൻസ്. ഇന്ന് പകൽ എത്ര പേര് പറയും എന്റെ കൂടെ, എന്റെ പരിശുദ്ധാത്മാവ് അങ്ങ് ഞാൻ എവിടെയെങ്കിലും. ഇതുകൊണ്ടാ യേശു പറയുന്നത്, നിങ്ങൾ വേറെ ആരെ ദുഃഖിപ്പിച്ചാലും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പരിശുദ്ധാത്മാവിന്റെ ഇമ്പോർട്ടൻസ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പേര് പറയും, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, ഞാൻ ഇന്ന് പകൽ ആരാധന മധ്യത്തിൽ ആമേൻ അങ്ങയോട് പറയുക, എന്റെ പരിശുദ്ധാത്മാവേ, എന്റെ ലൈഫിൽ എവിടെയെങ്കിലും ഞാൻ അങ്ങ് ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറ. സോറി യേശു, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണം. അങ്ങയുടെ സാന്നിധ്യത്താൽ അന്യഭാഷയുള്ള എല്ലാവരും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച് ഇന്ന് ഇപ്പോൾ ഈ വായിച്ച വചനത്തിനനുസരിച്ച് നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. എന്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് ഒരു നിസ്സാരക്കാരനല്ല. എന്റെ കൂടെയുള്ള പരിശുദ്ധാത്മാവ് വന്നപ്പോൾ സ്വർഗം മുഴുവൻ തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് അടയ്ക്കാത്തൊരു സ്വർഗത്തിന്റെ അടിയില്ല ഇന്ന് ബാംഗ്ലൂർ സഭയിരിക്കുന്നത്. ഈ നിങ്ങൾ ഓരോരുത്തരും അടയ്ക്കാത്തൊരു സ്വർഗത്തിന്റെ അടിയിൽ, നിന്റെ ഓഫീസിൽ മറ്റുള്ളവരെ പോലെയല്ല, നീ അടയാത്ത ഒരു സ്വർഗത്തിന്റെ അടിയിലിരിക്കുന്നത്. നിന്റെ വീട്ടിൽ മറ്റുള്ളവരെ പോലെയല്ല, നീ അടയാത്ത ഒരു സ്വർഗത്തിന്റെ അടിയിൽ ജീവിക്കുന്നവനാ. നീ അടയാത്ത സ്വർഗത്തിന്റെ അടിയിൽ വളരുന്നവനാ. നീ അടയാത്ത സ്വർഗത്തിന്റെ അടിയിൽ വസിക്കുന്ന ദൈവ പൈതല. അന്യഭാഷ ഉയരട്ടെ. Come on. Riba baba shetheneriyandro shetheneriyando. Riba baba shetheneriyandro shetheneriyandro. ഇനി അടുത്ത പാട്ട് എന്ന പാടുന്ന അതെനിക്ക് I don't mind, but I believe in miracles. I believe in the presence of Holy Spirit. I know when I get aligned with the Holy Ghost, I know one thing for sure. എന്റെ ജീവിതത്തിൽ unusual ആയിട്ടുള്ള supernatural ആയിട്ടുള്ള വാതിലുകൾ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടുകൂടി അടുത്തിരിക്കുന്ന ആളെ നോക്കരുത്. അടുത്തിരിക്കുന്ന ആൾ ആരാധിക്കുന്നുണ്ടോ ഇല്ലയോ അതെന്റെ വിഷയമല്ല. നിങ്ങൾക്ക് അറിയാവുന്നത് പോലെ, ഇഷ്ടമുള്ളത് പോലെ കൈയടിക്കേണ്ടവർക്ക് കൈയടിച്ച്, ആ കരയേണ്ടവർക്ക് കരഞ്ഞ്, ഉറക്കെ ഹല്ലേലൂയ പറയേണ്ടവർക്ക് അങ്ങനെ, നിശബ്ദമായിട്ട് നിൽക്കുന്നവർ അങ്ങനെ നിന്ന് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുക. പരിശുദ്ധാത്മാവെ, അങ്ങോട്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ, അങ്ങോട്ടെങ്കിൽ മാത്രമേ തുറക്കത്തുള്ളൂ, അങ്ങോട്ടെങ്കിൽ മാത്രമേ സംഭവിക്കൂ. എന്റെ കർത്താവേ, ഞാൻ സമർപ്പിക്കുക. ഒരു ഞായറാഴ്ച വിശ്വാസിയായിട്ട് എനിക്ക് ജീവിച്ച മരിക്കണ്ട. എന്റെ ലൈഫ് ഒരു ചരിത്രമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്റെ ജീവിതം ഒരു ചരിത്രമായിരിക്കണം. വിശ്വാസികളുടെ ഇടയിൽ ഞാനൊരു റോൾ മോഡലായിരിക്കണം. അവിശ്വാസികളുടെ ഇടയിൽ ഞാനൊരു റോൾ മോഡലായിരിക്കണം. യേശു ജീവിക്കുന്നതിന്റെ, പരിശുദ്ധാത്മാവിന്റെ അസ്തിത്വത്തിന്റെ ഒരു റോൾ മോഡലായിട്ട് ഇന്നത് സംഭവിക്കുന്ന പരിശുദ്ധാത്മാവില്ലെങ്കിൽ നീ ഒരു
പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ യേശുവിന്റെ പേര് മാറി. യേശുവിന്റെ പേര് പിന്നെ ദൈവത്തിന്റെ പ്രിയപുത്രൻ എന്നായി. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ പേര് ദൈവത്തിന്റെ ഫേവറേറ്റ് എന്നുള്ള ലിസ്റ്റിനകത്ത് ഞാൻ ഓർക്കുമായിരുന്നു 30 വയസ്സ് വരെ ആ വാക്യം, അവസാനത്തെ വാക്യം അതാ, 30 വയസ്സ് വരെ യേശു യോസഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. ഓ, അടുത്തിരിക്കുന്ന ആകെ കൈയെടുത്ത് പറയാം, നിങ്ങൾ സാധാരണക്കാരല്ലെന്ന് പറഞ്ഞു. എവിടെയാ സാധാരണക്കാരല്ലാകുന്നത്? പരിശുദ്ധാത്മാവിൽ നിറയുന്നവർ സാധാരണക്കാരല്ല. You are becoming dangerous. Amen. പരിശുദ്ധാത്മാവിൽ നിറയുന്ന ഒരു വ്യക്തി ഡേഞ്ചറസ്. Amen. Yes, dangerous. അന്ന് വരെ യോസഫിന്റെ പുത്രൻ എന്ന് ജനം വിചാരിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ ആ വിചാരമെല്ലാം മാറി. നിന്റെ അകത്തിരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കാണിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടി ചില അഡ്രസ്സുകൾ മാറുന്ന ദിവസമാണ്. അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് ആ കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറഞ്ഞു, എനിക്കിതിനകത്ത് ആരും അലക്ഷ്യമായിട്ട് നിൽക്കണ്ട. ഇതിനകത്ത് ഏറ്റവും ഹോണർ ചെയ്യേണ്ട വ്യക്തി പരിശുദ്ധാത്മാവ്. ശബ്ദം കേൾക്കണം. എത്ര പേര് പറയും ഒരു പ്രാവശ്യം നീ എന്റെ
അതല്ല, ചില വ്യക്തികളെ അവൻ തൊടുന്ന സമയമാണ്. പരിശുദ്ധാത്മാവിന് ആവശ്യം കുറെ മനുഷ്യരെയല്ല, അവന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ അവന് ആവശ്യം. അത് മതി. കുറെ മനുഷ്യരെയല്ല പരിശുദ്ധാത്മാവിന് ആവശ്യം. അവന്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന ആ വ്യക്തിയാകുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ, തുറന്ന സ്വർഗത്തിന്റെ അടിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, സൂപ്പർ നാച്ചുറൽ എൻകൗണ്ടറിന്റെ അടിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, സ്പിരിച്വൽ മന്നയുടെ അടിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെ തന്നെ സമർപ്പിച്ച് അന്യഭാഷയിൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പറ്റുന്ന രീതിയിൽ അന്യഭാഷയിൽ നിശബ്ദമായിട്ടിരിക്കേണ്ടവർക്ക് നിശബ്ദമായിട്ടിരിക്കാം, പക്ഷെ അലക്ഷ്യമായി പോകരുത്. ശാന്തനാദരിയാന്തരോ ശേതനരയാന്തോ Ribababa Shedheneriandro 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 Rimanadriandro Shedheneriandro Shedheneriandro Shedhe Ribababa Shedheneriandro Shedheneriandro അവന്റെ ശബ്ദം കേൾക്കട്ടെ. അവന്റെ ശബ്ദം അവന്റെ ശബ്ദം അവന്റെ ശബ്ദം അവന്റെ ശബ്ദം അവന്റെ ശബ്ദം. അബ്രഹാമിനോട് ചോദിക്കണം, അവന്റെ ശബ്ദം നീ കേട്ടിട്ട് നിനക്ക് വല്ല ഗുണമുണ്ടായോ? അബ്രഹാമിനോട് ചോദിക്കണം, അബ്രഹാമേ നീ അവന്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? അബ്രഹാം പറയും, യെസ്, ഞാൻ ബാലന്റെ മേൽ കത്തി വെക്കുവാൻ വാൾ ഉയർത്തിയ സമയത്ത് അവന്റെ ശബ്ദം എന്നോട് സംസാരിച്ചു. ആ ശബ്ദം ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ആ ബാലൻ മരിച്ചേനെ, ഇസ്ഹാക്ക് മരിച്ചേനെ. അങ്ങനെയാണെങ്കിൽ that is the importance of hearing the voice of God. ഇന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നവർ മാത്രം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ ശബ്ദം കേട്ട് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആയി പോയി കാണും. പക്ഷേ ഇന്ന് അവന്റെ ശബ്ദം കേട്ടാൽ ഹൃദയത്തിന് തണുപ്പാണത്, ഹൃദയത്തിന് സമാധാനമാണത്. ഹൃദയത്തിൽ വലിയ തണുത്ത കാറ്റടിക്കുന്നത് പോലെ ആ സമാധാനങ്ങളെല്ലാം മാറി സമാധാനത്താൽ യേശുവേ പ്രാർത്ഥിക്കുന്നു. തന്ന സമയത്തിനായി നന്ദി. അങ്ങനെ സാന്നിധ്യത്താൽ വീണ്ടും നിങ്ങൾ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവസന്നിധിയിൽ ഇരിക്കാം, സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഇതുപോലെ നല്ലപോലെ ശബ്ദം ഉയർത്തി ഉറക്കുക ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ആമേൻ. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ മനുഷ്യരെ കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത